റാംസെ മക്ഡൊണാൾഡ് ഈ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നത് ആക്ച്വലി അംബേദ്കറിൻ്റെയൊക്കെ പ്രേരണ കൊണ്ടാണ് കൊണ്ടുവന്നത്. ദളിതർക്കൊക്കെ സപ്പോർട്ടീവ്, ഡിപ്രസ്ഡ് കാസ്റ്റിനെ സപ്പോർട്ടീവായിരുന്നു അംബേദ്കർക്ക്. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന രീതിക്കാണ് കമ്മ്യൂണൽ അവാർഡ് അദ്ദേഹമൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഗാന്ധിജിക്ക് ആക്ച്വലി ഹിന്ദുയിസത്തിൽ കാസ്റ്റിസം വരുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. സോ അതുകൊണ്ട് കമ്മ്യൂണൽ അവാർഡിനെ അദ്ദേഹം ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഒന്നും ഡിപ്രസ്ഡ് കാസ്റ്റിന് ഓരോ കാസ്റ്റിനും ഹിന്ദുയിസത്തിനിടയിൽ തന്നെ അത് അദ്ദേഹത്തിന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സോ അത് കാരണമാണ് ഗാന്ധിജി എർവാദ ജയിലിൽ നിരാഹാര സമരം തുടങ്ങിയത്. അപ്പോൾ ഇനി ഗാന്ധിജി മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിൻ്റെ ഉത്തരവാദിത്തം അംബേദ്കറിനാവും. സോ അപ്പോൾ അതുകൊണ്ട് അംബേദ്കർ ഈ കമ്മ്യൂണൽ അവാർഡിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ പൂന പാക്റ്റ്, ഓക്കെ, അതല്ലെങ്കിൽ ഗാന്ധി അംബേദ്കർ പാക്റ്റ് 1932 സെപ്റ്റംബർ 24 ഗാന്ധിയും അംബേദ്കറും കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പൂന പാക്റ്റ് ഓർ ഗാന്ധി അംബേദ്കർ പാക്റ്റ്. ഓക്കെ, ഇറ്റ് വാസ് ഓൺ സെപ്റ്റംബർ 24, 1932. അപ്പോൾ പൂന പാക്റ്റ് എന്നാണ് സെപ്റ്റംബർ 24, 1932. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവർ അബോളിഷ്ഡായി. ജോയിന്റ് ഇലക്ട്രേറ്റ് തന്നെ ഈ ഹിന്ദുയിസത്തിൽ നിലനിന്നു. ഓക്കെ, പിന്നെ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണെങ്കിൽ 1932 നടന്നത്. അത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉള്ളതായിരുന്നില്ല, തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഉണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മുടെ മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസിൻ്റെ ബേസിസിലാണ് അത് വന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇനി ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സോ അപ്പം സൈമൺ കമ്മീഷൻ്റെയൊക്കെ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ആണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഫോം ചെയ്യുന്നത്. അതിൽ ഈ പ്രൊവിൻസസിന് ഒരു ഫ്രീഡം നൽകുന്ന ആ ഒരു കുറച്ച് തീരുമാനങ്ങളൊക്കെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പിന്നെ നെക്സ്റ്റ് വരുന്ന 1940 ആണ് ലാഹോർ റെസല്യൂഷൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ റെസല്യൂഷൻ. 1940 അതിലാണ് ലാഹോർ റെസല്യൂഷൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ റെസല്യൂഷൻ. അതായത് മുസ്ലിം ലീഗ് പാസ്സാക്കിയതാണ് പാകിസ്ഥാൻ റെസല്യൂഷൻ. മുഹമ്മദ് അലി ജിന്നയൊക്കെയാണല്ലോ അതിൻ്റെ ബേസിസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ലാഹോർ സെഷനിൽ പാസ്സാക്കിയതാണ് ലാഹോർ റെസല്യൂഷൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ റെസല്യൂഷൻ 1940. ഇനി 1940 ഇൻഡിവിജ്വൽ സിവിൽ ഒബീഡിയൻസ് തുടങ്ങിയത്, അതായത് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം 1940 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അത് കഴിയുമ്പോൾ എന്ത് ചെയ്തു? ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ, സോ അപ്പോൾ വിനോബ ഭാവെയാണ് ഫസ്റ്റ് അറസ്റ്റഡ് ആയത്. പിന്നെ നെഹ്റു, പട്ടേൽ, അങ്ങനെ എല്ലാവരും അറസ്റ്റഡായി. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ 1942 ക്രിപ്സ് മിഷൻ. ഓക്കെ, ക്രിപ്സ് മിഷൻ 1942 സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു നേതാവ്. എന്തിനായിരുന്നു വന്നേ? വിൻസ്റ്റൺ ചേർച്ചിലായിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചേർച്ചിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ത്യയുടെ സപ്പോർട്ട് ബ്രിട്ടന് കിട്ടണം, എന്നാൽ ഈ യുദ്ധം കഴിയുമ്പോഴത്തേക്കും ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് നൽകാം എന്നുള്ള ഒരു തീരുമാനം ആയിരുന്നു ഈ ക്രിപ്സ് മിഷനെ അയക്കുന്നതിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. അപ്പോൾ ശരിക്കും ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പറ്റിക്കാറുള്ളത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ നേതാക്കളൊന്നും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിപ്സ് മിഷനെ ഇവർ അംഗീകരിച്ചില്ല. ഓക്കെ, സോ അപ്പോൾ ക്രിപ്സ് മിഷൻ ഏത് വർഷമായിരുന്നു? 1942 സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു മെയിൻ ലീഡർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്രിപ്സ് മിഷൻ. പിന്നെ പ്രപ്പോസ്ഡ് ഡൊമീനിയൻ സ്റ്റാറ്റസ് പ്രപ്പോസ് ചെയ്തിരുന്നു. എപ്പോഴാണ്? ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവരെ സഹായിക്കുവാണെങ്കിൽ ഡൊമീനിയൻ സ്റ്റാറ്റസ്, നമ്മളെ ഫ്രീഡം തരാം എന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മളെ നേതാക്കളൊക്കെ പറഞ്ഞു അത്രയൊന്നും താമസിക്കാൻ പറ്റില്ല, അപ്പോൾ തന്നെ നമുക്ക് ഫ്രീഡം വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ ഇന്ത്യൻസ് എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. ഗാന്ധിജി ഈ ക്രിപ്സ് മിഷനെ എന്താണ് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ക്രംബ്ലിംഗ് ബാങ്ക്. ഓക്കെ, അതായത് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ മാറാവുന്ന കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ഗാന്ധിജി ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത്. എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ക്രംബ്ലിംഗ് ബാങ്ക്. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1942 തന്നെ ബോംബെ സെഷനിൽ എന്ത് ചെയ്തു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് ആഹ്വാനം ചെയ്തു. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാരെ എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ടു പോവുക, ഡു ഓർ ഡൈ എന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ആ സ്ലോഗൻ തന്നെ. ഓക്കെ, സോ അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ വർഷമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1942. ഓക്കെ, ഏത് സെഷനിലാണ് അവർ INC അതിന് ആഹ്വാനം ചെയ്തത്, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കിയത് ഏത് റെസൊല്യൂഷനിലാണ്?
ഇയറിലാണ്, ഏത് സെഷനിലാണ്? ബോംബെ സെഷൻ 1942. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പിന്നെ സ്ലോഗൻ എന്താണ്? ഡു ഓർ ഡൈ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് INA ട്രയൽ. INA ട്രയൽ അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി. എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമി? അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇമ്പീരിയൽ ജാപ്പനീസ് സേനയുടെ സഹായത്തോടെ റാഷ് ബിഹാരി ബോസ് രൂപം കൊടുത്ത സേനയാണ് ഈ INA അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പോൾ ആരാണ് INA ശരിക്കും തുടങ്ങിയത്? റാഷ് ബിഹാരി ബോസ്. ഓക്കെ, പിന്നെ അതിൻ്റെ നേതാവായിട്ട് സുഭാഷ് ചന്ദ്രബോസ് വരികയൊക്കെ ചെയ്തു. അപ്പോൾ INA ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ INA ട്രയൽ 1945 ഓർക്കുക. അത് റെഡ് ഫോർട്ടിൽ വെച്ചിട്ടായിരുന്നു ട്രയൽ നടക്കുന്നത്. സോ റെഡ് ഫോർട്ട് ട്രയൽ എന്നും അറിയപ്പെടാറുണ്ട് INA ട്രയൽ. ആക്ച്വലി ഈ INA മിലിറ്ററി ഓഫീസേഴ്സായ പിന്നെ പ്രേം സാഗർ, ഷാനവാസ് ഖാൻ, ഗുരുബഖ് സിംഗ്, ഡിലൻ ഇവരെയൊക്കെ എന്ത് ചെയ്തു? റെഡ് ഫോർട്ടിൽ ട്രയലിന് വിധേയമാക്കാനായിട്ട് ഈ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ശരിക്കും അതൊരു പ്രൊട്ടസ്റ്റൻ്റ് നേരിട്ട ഒരു സംഭവമാണ് ഈ INA ട്രയൽ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതാൻ വന്നവരെ ഇവർ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഇവർ പബ്ലിക്കായിട്ട് ട്രയൽ ചെയ്യണം. ആക്ച്വലി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് നടത്തുന്നത് എന്തിനാണ്? ഇനി ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരും ഇന്ത്യക്ക് ഇൻഡിപെൻഡൻറ്റ് വേണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരും വരാതിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിനാണ് ബ്രിട്ടീഷുകാരത് ചെയ്യുന്നത്. പക്ഷേ ഇത് രാജ്യവ്യാപകമായിട്ട് എന്ത് ചെയ്തു? ഒരു ദേശസ്നേഹം ഉണർത്തുകയും ശരിക്കും അത് ഇന്ത്യൻ നേവിയിൽ തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരിത് വരികയും അത് കാരണം നേവി തന്നെ സ്പ്ലിറ്റ് ആവുകയും ചെയ്തു. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ആ ഒരു നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ആർമി എന്ന് പറയുന്നതിൽ മാക്സിമം ഇന്ത്യക്കാർ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്തു? ഇന്ത്യൻ എന്നുള്ള ആ ഒരു നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ആ ഒരു ചിന്ത അവരിൽ ഉണർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ നേവിയിലും ഒക്കെ കലാപം തുടങ്ങി. അങ്ങനെ ഇതെല്ലാം തന്നെ ഈ ബ്രിട്ടീഷുകാർക്ക് ഇവിടുത്തെ താളം തെറ്റി തുടങ്ങി. ഓക്കെ, സോ അപ്പോൾ പിന്നെ വരുന്നതാണ് 1946 ക്യാബിനറ്റ് മിഷൻ വരുന്നത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഡിസിഷന് വേണ്ടിയിട്ടാണ് ഈ ക്യാബിനറ്റ് മിഷൻ വരുന്നത്. അപ്പോൾ അത് 1946 ക്യാബിനറ്റ് മിഷൻ. ക്ലെമൻ്റ് ആറ്റ്ലി ആയിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹമാണ് ഈ 3 ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പേഴ്സിനെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് ഇൻ ഓർഡർ ടു ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ബ്രിട്ടീഷ് ടു ഇന്ത്യൻ ലീഡർഷിപ്പ്. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷനിലുള്ളവർ 3 പേരാണ്. ആരൊക്കെയാണ്? സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ് ആൻഡ് AV അലക്സാണ്ടർ. ഓക്കെ, സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ് ആൻഡ് AV അലക്സാണ്ടർ ഈ 3 ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പേഴ്സാണ് ഇതിൽ ഈ ക്യാബിനറ്റ് മിഷനിൽ ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ ക്യാബിനറ്റ് മിഷൻ വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കുള്ള തീരുമാനമായി. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും മുസ്ലിം ലീഗിന് എന്ത് വേണമായിരുന്നു? മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായത്തിൽ അവർക്കൊരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം. അതാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം, മുസ്ലിങ്ങൾക്ക് വേറൊരു രാജ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്മ്യൂണൽ റൈറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. അത് August 16, 1946 അതിന് നമ്മൾ ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്നാണ് August 16, 1946 1947 നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നുള്ളൂ. അപ്പോൾ 1946 August 16 ക്യാബിനറ്റ് മിഷനൊക്കെ കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ 1946 August 16 ഡയറക്റ്റ് ആക്ഷൻ ഡേ. അന്ന് ഒരു വലിയൊരു കമ്മ്യൂണൽ റൈറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദുസിനും മുസ്ലിംസിനും ഇടയ്ക്ക് ഒരു ലഹള തുടങ്ങി. അപ്പോൾ അതോടുകൂടി അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 1946 September 2 ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്തു. നെഹ്റുവും കോൺഗ്രസും ജോയിൻ ചെയ്തു. പക്ഷേ ലീഗ് ഈ ഇൻ്ററിം ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്തില്ല. ബിക്കോസ് അവർക്ക് സെപ്പറേറ്റ് ഒരു മുസ്ലിം രാജ്യം എന്നുള്ള രീതിക്ക് തന്നെയാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അപ്പോൾ ഇൻ്ററിം ഗവൺമെൻറ് ഫോം ചെയ്തത് എന്നാണ്? അതായത് ഒരു ഇടക്കാല ഗവൺമെൻറ് ഫോം ചെയ്തു. ഓക്കെ, September 2, 1946. ഇനി December 9, 1946 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാ ഫോം ചെയ്തത്? December 9, 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. ആരായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി 1947 February 20 ആറ്റ്ലി അനൗൺസ് ചെയ്യുന്നത് ബ്രിട്ടൻ വുഡ് വിഡ്രോ ഫ്രം ഇന്ത്യ ബൈ June 30, 1948.
ആക്ച്വലി അപ്പോൾ ആദ്യത്തെ ഡിസിഷൻ എങ്ങനെയായിരുന്നു? 1948 ജൂൺ 30 എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോവും എന്നാണ് ആറ്റ്ലി പറഞ്ഞിരുന്നത്. എന്നാ പറഞ്ഞത്? 1947 ഫെബ്രുവരി 20. ഓക്കെ, സോ പക്ഷേ കാര്യങ്ങൾ ഒട്ടും തന്നെ ഇതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവസാനം 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ, വൈസ്രോയ് മൗണ്ട് ബാറ്റൻ ആയിരുന്നു. അപ്പോൾ മൗണ്ട് ബാറ്റൻ പ്ലാൻ വന്നു, അതായത് ഇന്ത്യനെ ഡിവൈഡ് ചെയ്യാം. ബിക്കോസ് ഹിന്ദുസും മുസ്ലിംസിനും ഇടയിൽ അത്രമാത്രം കമ്മ്യൂണൽ റൈറ്റ് ആണ് ഓൺഗോയിങ് ആയിരുന്നത്. സോ അപ്പോൾ അതിൻ്റെ ബേസിസിൽ വിത്ത് മാക്സിമം യൂണിറ്റിയിൽ തന്നെ ഇന്ത്യനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് ആണ് ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ വരുന്നത്. ഫൈനലി എന്ത് ചെയ്തു? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുകയും ഓഗസ്റ്റ് 14, 15 ആ മിഡ് നൈറ്റിൽ 1947 ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ട് 2 രാജ്യമായിട്ട് രൂപം കൊള്ളുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ്? 15 ഓഗസ്റ്റ് 1947 ആണ്. പാകിസ്ഥാൻ എന്നാണ് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത്? 14 ഓഗസ്റ്റ് ആണ് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടേത് 15 ഓഗസ്റ്റ്, അവരുടേത് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് 14 ഓഗസ്റ്റിനാണ് പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബൈ ഓഗസ്റ്റ് 15, 1947 എല്ലാ സ്റ്റേറ്റ്സും തന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് ചേർന്ന് വന്നു. പക്ഷെ 3 സ്റ്റേറ്റ്സ് നമുക്ക് ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് 3 പ്ലേസസ്, അന്നെല്ലാം പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഈ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്സിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചേരാതിരുന്നതാണ് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഓക്കെ, അപ്പോൾ കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് ഒഴിച്ച് ബാക്കിയുള്ള പ്രൊവിൻസസ് ഒക്കെ തന്നെ നമുക്ക് ഇന്ത്യയിൽ ചേർന്നു. അപ്പോൾ കാശ്മീർ പിന്നെ ജോയിൻ ചെയ്തത് 1947 ഒക്ടോബറിലാണ് കാശ്മീർ പിന്നെ ജോയിൻ ചെയ്തത്. ജുനഗഡ് ആണെങ്കിൽ റെഫറൻഡം വഴി ജോയിൻ ചെയ്തത് ജുനഗഡ് ആണ്. ഓക്കെ, റെഫറൻഡം എന്ന് വെച്ചാൽ പീപ്പിളിൻ്റെ ആ ഒരു ഇതോട് കൂടിയിട്ടാണ് പിന്നെ ജുനഗഡ് ചേർന്നത്. പിന്നെ ഹൈദരാബാദ് ജോയിൻ ചെയ്തത്, ഹൈദരാബാദ് ആക്ച്വലി പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഹൈദരാബാദ്. ഓക്കെ, സോ അപ്പോൾ അതും കൂടി ഓർക്കുക. കാശ്മീർ ജോയിൻഡ് ഇൻ ഒക്ടോബർ 1947, ദെൻ ജുനഗഡ് 1948 ഫെബ്രുവരി ഇറ്റ് ജോയിൻഡ് ത്രൂ റെഫറൻഡം ഓഫ് പീപ്പിൾ. റെഫറൻഡം എന്ന് പറഞ്ഞാൽ ഈ ജനഹിത പരിശോധന, അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ വോട്ടെടുപ്പ് നടത്തിയിട്ട്, ജനങ്ങളുടെ വോട്ടെടുപ്പ് നടത്തി അങ്ങനെ ചേരണം എന്നുള്ള അഭിപ്രായം വന്ന് അങ്ങനെയാണ് ജുനഗഡ് ചേരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ജുനഗഡ് ആണ് ജോയിൻഡ് ത്രൂ റെഫറൻഡം ഓഫ് പീപ്പിൾ. ഓക്കെ, ഇനി ഹൈദരാബാദ് ആണെങ്കിൽ ബൈ ഫോഴ്സ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഹൈദരാബാദ്. ആൻഡ് ദെൻ ഇറ്റ് വാസ് ജോയിൻഡ് ടു ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹിസ്റ്ററിയിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ്.